നല്ല സെറ്റപ്പാണ്. ഷവർമ്മ കഴിക്കാം. ഷവർമ്മ കുടിപ്പിക്കണം കുട്ടപ്പനോടാ. ഹലോ, നമസ്കാരം. ലങ്കാവിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിവിടെ 3 ദിവസമായി. ഇത് ലാസ്റ്റ് ഡേ ആണ് ലങ്കാവിയിൽ ഇന്ന്. അപ്പോൾ നമ്മൾ താമസിച്ച റിസോർട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ദേവൂട്ടിക്കൊന്ന് ബീച്ചിലേക്ക് ഒന്നുകൂടി പോകണമെന്ന് പറഞ്ഞ് പോകുന്നതിന് മുന്നേ അപ്പോൾ ബീച്ചിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ താമസിച്ച ഈ റിസോർട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. കമ്പോങ്ങോ? കമ്പോങ്ങ ദേവു എന്തൊക്കെ ദേവുട്ടി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാണ്. അപ്പം അതിൻ്റെ ഒരു മൂഡ് മാറിയിട്ടില്ല. ദേവുലി മൈസ് കുടിച്ചില്ലേ? എന്തൊക്കെ ആള് ഫുഡിന് വെയിറ്റിംഗ് ആണ്. നാസി ഗൊരയും കമ്പും വേണത്ര. ടേസ്റ്റ് ഇല്ലേ? ഇന്ന് പോണ്ടേ ദേവു? വേണ്ടേ? അതിൻ്റെ മൂഡ് ഓഫ് ആണോ? പോണ്ടാന്ന്, ഇന്ന് പോണ്ടാന്ന്. പോവണ്ടേ? അപ്പം നമ്മുടെ ലാസ്റ്റ് ഡേ ആയിട്ടൊന്ന് 3ാമത്തെ ദിവസമാണ്. ആക്ച്വലി ഒരു 1 വീക്ക് എങ്കിലും വേണം ലങ്കാവി മൊത്തം നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ 3 ദിവസമേ അല്ലേ ഇവിടെ ഉണ്ടായുള്ളൂ. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എങ്കിൽ കൂടിയും നല്ല ഫേമസ് ആയി ലങ്കാവിയിൽ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസസൊക്കെ നമ്മൾ പോയി ആസ്വദിച്ചു. നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. സ്ഥലങ്ങളൊക്കെ ഈ 3 ദിവസം നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. അപ്പം പിന്നെന്താ പറയുകയെന്ന് വെച്ചാൽ റിസോർട്ടിൻ്റെ കാര്യം. റിസോർട്ട് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ആ ബുക്കിങ്ങിൻ്റെ കാര്യം എന്ന് പറയും. സൗണ്ട് ഫുഡ് ഒരു മിനിറ്റാ. പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ലങ്കാവിയിലേക്ക് വരുന്നതിൻ്റെ ഒരു മാസം മുമ്പ് ഞാൻ റൂം ബുക്ക് ചെയ്തു. ഞാൻ അഗോഡ സൈറ്റിൽ കയറിയിട്ടാണ് സെർച്ച് ചെയ്തത്. അപ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ദേവുട്ടിക്ക് ബീച്ചിൻ്റെ നിയർ ആയിട്ടുള്ള റിസോർട്ടാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞൊരു 3 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ റിസോർട്ടിലേക്ക്. മെയിൻ ബീച്ച് ഇവിടെയാണ്. അപ്പോൾ വരുന്നതിൻ്റെ ഒരു മാസമൊക്കെ മുമ്പ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ചീപ്പസ്റ്റ് ഇതൊക്കെ നോക്കാം. ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ എടുത്തപ്പം പെർ ഡേ എത്രയായിരുന്നു? ഇല്ല 100 ഒന്നുമില്ല, 65 സംതിങ് അങ്ങനത്തെ റിങ്കറ്റേ ഉള്ളൂ, മലേഷ്യൻ റിങ്കറ്റേ ഉള്ളൂ. പിന്നെ 3 ദിവസത്തേക്ക് എടുത്തത്, 2 നൈറ്റ് എടുത്തത്. അതും ഡബിൾ ബെഡ് റൂം
ഫെസിലിറ്റീസ് നല്ല ഫെസിലിറ്റീസാണ്. TV ഉണ്ട്, AC ഉണ്ട്, ഫ്രിഡ്ജുണ്ട്. പിന്നെ നമ്മൾ ബീച്ചിൽ വരുമ്പോൾ എന്തായാലും മണലൊക്കെ ആയിരിക്കും, അപ്പോൾ ആറിയിടാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നല്ലൊരു ഹോംലി അറ്റ്മോസ്ഫിയറുള്ള ഒരു വീടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് മോട്ടലൊക്കെ ഉണ്ട്, അതായത് റൂമിൻ്റെ കടേൻ്റെ മേളിലും കടേൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറേ ഹോട്ടലുകളൊക്കെ ഉണ്ട്. അതും പ്രിഫർ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ബാച്ചിലേഴ്സായിട്ട് വരുന്നവർക്ക് അതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ റൂമിൽ അധികമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. മോസ്റ്റ്ലി നമ്മൾ ഔട്ട് സൈഡ് ആയിരിക്കും. നൈറ്റിൽ കിടക്കാൻ വേണ്ടി മാത്രമേ നമ്മളവിടെ പോകുന്നുള്ളൂ. പിന്നെ ബീച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുക ആദ്യം. അതായത് ബീച്ചിൽ പ്രിഫറൻസ് കൊടുക്കുന്നവരാണെങ്കിൽ ബീച്ചിൻ്റെ അടുത്ത് തന്നെ എടുക്കാൻ നോക്കുക. നമുക്ക് ഈ മെയിൻ ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു റിസോർട്ടാണ്. അതല്ല, നിങ്ങൾ ജസ്റ്റ് ഫുൾ ട്രാവൽ ചെയ്യുക, ബീച്ചിന് വലിയ പ്രിഫറൻസ് കൊടുക്കുന്നില്ലെങ്കിൽ ഈഗിൾ സ്ക്വയറിൻ്റെ ഒക്കെ അടുത്തും കിട്ടും. ഈഗിൾ സ്ക്വയറിലേക്ക് ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് യാത്ര ഉണ്ട് ബൈക്കിൽ. പിന്നെ ഞങ്ങൾ റൂമിൻ്റെ അതായത് റിസോർട്ടിൽ തന്നെ മോട്ടറും കാറും റെൻ്റുണ്ട്. പിന്നെ ഞങ്ങൾക്ക് മോട്ടറാണ് എളുപ്പം യാത്ര ചെയ്യാനും കാര്യങ്ങളുമൊക്കെ. വലിയ ട്രാഫിക് ജാം ഒന്നുമില്ല. കഴിയുന്നവരും ഇൻ്റർനാഷണൽ ലൈസൻസ് ഉള്ളവരാണെങ്കിൽ അത് ബെറ്റർ. ഇല്ലെങ്കിലും അവർ കൊടുക്കുന്നൊക്കെ ഉണ്ട്, അത് നമ്മൾ ഓൺ റിസ്ക്കിലാണ്. പോലീസൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ. നമ്മൾ ടൂറിസ്റ്റേഴ്സാണ് പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും. അവർ ആ സ്പോട്ടിൽ പോയിക്കൊള്ളുന്നു. ഞങ്ങൾ പോകുന്ന തന്നെ കഴിക്കുക തന്നെ 2 വട്ടം ചെക്കിംഗ് ഉണ്ടായിരുന്നു. വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ കാറിൽ പോകുന്നതിനെക്കാട്ടും കുറച്ചുകൂടി നന്നാവുക മോട്ടോർ ബൈക്ക് എടുക്കുമ്പോൾ തന്നെയാണ്. കാറിൻ്റെ ഉള്ളിലിരുന്ന് ഈ പോകുന്നതിനെക്കാട്ടും ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ കാഴ്ചകൾ കണ്ടുകൊണ്ട് നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും 2 സൈഡിലും ഉണ്ടാവുക പോകുന്ന സമയത്ത്. ബൈക്കിൽ വേറെ പ്രശ്നമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന സമയത്ത് നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് റിട്ടേൺ ആവുന്ന സമയത്ത് അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. അതിന് നമ്മളൊരു കോട്ടൊക്കെ പിന്നെ അധികം ട്രാവൽ ചെയ്യാനില്ല, 10-20 മിനിറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കുള്ളൂ. അതുകൊണ്ട് വലിയ പ്രശ്നം തോന്നിയില്ല, ടയർഡായിട്ടില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു അരമണിക്കൂറിൻ്റെ ഗ്യാപ്പൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഒരു ഓവർകോട്ടൊക്കെ കയ്യിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ചൂടിൻ്റെ ഒരു പ്രശ്നവും. ഫുഡ് ഞങ്ങളെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. 2 മലയാളികളൊക്കെ ഉണ്ട് അവിടെ. അത്യാവശ്യം ഫുഡൊക്കെ എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും. മലയാളി ഫുഡും ഇന്ത്യൻ ഫുഡും ചൈനീസും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഏരിയയിൽ ഒരുപാട് ഷോപ്പിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. പിസ്സ ഹട്ട് ഉണ്ട്, ഡോണറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെന്താ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഉണ്ട് എവിടെയൊക്കെ. പിന്നെ ഷോപ്പുകളിലൊന്നും അത്ര ഒരു എക്സ്പെൻസീവ് ആണോ ലങ്കാവി എന്ന് പറയുന്നത്? അല്ല, അതിപ്പോൾ ഉണ്ടാവും. ഈ ബീച്ച് ഏരിയയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അവരെന്തായാലും കുറച്ച് 2-3 റിംഗിറ്റൊക്കെ കൂട്ടി വരുന്നുണ്ട് എനിക്ക് തോന്നി. പിന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുണ്ട്, മദ്യമൊക്കെ വാങ്ങുന്നവർക്കൊക്കെ അവിടെ നിന്ന് വാങ്ങും. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ഞങ്ങൾക്ക് 9 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ 7 മണി വരെ അവിടെ റിസോർട്ടിൽ. അത് ഇപ്പോൾ ഇവിടുത്തെ റിസോർട്ടുകളൊക്കെ ഫുള്ള് എന്നൊന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് 12 മണിക്ക് വെക്കേറ്റ് ചെയ്യേണ്ട ഞങ്ങൾക്ക് ഒരു 7 മണി വരെ തന്നു. പക്ഷേ എക്സ്ട്രാ ചെറിയ കാശ് കൊടുക്കണം. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ 2 സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു പോകാനായിട്ട്. പക്ഷേ ഫസ്റ്റ് നമ്മൾ വൈൽഡ് ലൈഫ് പാർക്ക് പോയി പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ല വെയിലായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയില്ല, നേരെ തിരിച്ചു പോന്നു. റൂമിൽ വന്ന് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുത്തു. അപ്പോൾ ദേവുട്ടിക്ക് ഒന്നുകൂടി ബീച്ചിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ബീച്ചിലോട്ട് തന്നെ വന്നതാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ഇവിടെ ബീച്ചിലൊന്ന് കറങ്ങിയിട്ട് നേരെ റൂമിൽ പോകുന്നു. ഫ്രഷ് ആയിട്ട് എയർപോർട്ടിൽ പോകാനാണ് പ്ലാന്. അപ്പോൾ 3 ദിവസം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ.
എന്താണോ അത്? അവള് പെറുക്കിയെടുത്ത ഷെല്ലുകളാണൊക്കെ. അങ്ങനെ ലങ്കാവി ബീച്ചിനോട് ഞങ്ങൾ ബൈ ബൈ പറയാണ്. എവിടെ有位置吗？那么我们先把这些点呢， ഇതിന് നമ്മൾ പിടിച്ചിട്ട് ഇതുപോലെ കൊടുത്തിട്ട് അവർ വെയിറ്റ് നോക്കിയിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ കുക്ക് ചെയ്ത് തരും. ഇപ്പം ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. 7:30 ആയി. നേരത്തെ കഴിച്ചതാണ്, കാരണം നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനുണ്ട്. അപ്പം ബൈ ബൈ ലങ്കാവി പറയാനുള്ള ടൈമായി. അച്ഛന് ജോലിക്ക് പോകണ്ടേ നാളെ? ഈ വണ്ടി ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നോ? ഈ സംഭവം നമ്മൾ ഇന്നലെ എടുത്തിട്ടില്ലല്ലോ. പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. എങ്ങനെ സൗണ്ട് പറയും? പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. ഇത് എല്ലാ ജംഗ്ഷനിലും എല്ലാ കോർണറിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ജീൻസിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ പൈസ ടോപ്പപ്പ് ചെയ്യാം. അതിന് ശേഷം ഇവിടെ QR കോഡ് ഉണ്ട്, ഡാറ്റാമെട്രിക് കോഡ്. അത് ഡാറ്റാമെട്രിക് കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് ആവും. എന്നിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. എവിടെ വേണമെങ്കിലും പോവാം. നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ പോവാം. എന്നിട്ട് അത് ആക്റ്റീവ് ആവില്ല, ആർക്കും എടുക്കാൻ പറ്റില്ല. നമ്മൾ QR കോഡ് സ്കാൻ ചെയ്താൽ അവർക്ക് ഇവിടെ നിർത്തപ്പോൾ ഇവിടെ തന്നെ കൊണ്ട് നിർത്തണ്ട. എവിടെ വേണം കൊണ്ടുപോകാം. മലേഷ്യയിലെ അല്ലെങ്കിൽ എവിടെ വേണം. പോകുന്നത് ഇത് നമ്മുടെ കേരളമുണ്ട്. കേരളമുണ്ടല്ലേ? ഇനി എന്തെങ്കിലും വേണോ ദേവുന്? എന്താ വേണ്ടേ? പോണ്ട. അയ്യോടാ, ദേവുന് മൂഡ് ഓഫ്. പോകാതിരിക്കാൻ പറ്റുമോ കൂട്ടാ? നമ്മള് ഫ്ലൈറ്റ് ടിക്കറ്റ് ഓൾറെഡി എടുത്തതല്ലേ. അല്ലെങ്കിലും പോണം. നാളെ പണിക്ക് പോണം. എല്ലാത്തിനും പണി പോകും. ഇവിടെ ജോലി എടുക്കാനോ? കക്ക വരാൻ പോവാ. ഇങ്ങനത്തെ ഷോപ്പുകൾ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. അതിൽ മെയിനായിട്ടും ഡ്രസ്സ്, സ്വിമ്മിങ് ഡ്രസ്സ്, ക്യാപ്പ്, ചെരുപ്പ്, അങ്ങനത്തെ പബ്ലിക് ബാത്റൂമുകളാണ്. പോണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്താ ദേവ് ചെണിങ്ങി കളിക്കുന്നത്? പോണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാ?
ദേവുവിനെ ഇടന്നത്തെ ദേവുവിനെ രണ്ടിനെയും കൂടി സൈഡിൽ വെക്കാം. ഞങ്ങളിപ്പോൾ എയർപോർട്ടിലേക്ക് ഗ്രബ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലങ്കാവിയിലേക്കുള്ള ബസ്സാണോ? ലങ്കാവിയിലേക്ക് മാത്രമുള്ള ടൂറിസ്റ്റ് ബസ്സാണോ? മലേഷ്യ എന്നൊക്കെ പാക്കേജ് ആയിട്ട് വരുന്നുണ്ട്. ബാത്റൂം പോണ്ടോ? ഇല്ല. ഡ്യൂട്ടിയിൽ പിടിക്കോ? ഇവിടെ മതാന്ന് കാര്യമാണ്. എനിക്ക് ഓർക്ക് കിട്ടില്ല. എനിക്ക് ഓരോടെ ഒരാഴ്ച കറങ്ങിയിട്ട് പോന്നോ? മറ്റന്നാൾ പോയിക്കൂടെ? അപ്പഴത്തേനും ഒരാഴ്ചയാവും. അപ്പോഴത്തേക്ക് അച്ഛൻ്റെ പണി പോകും. പിന്നെ അച്ഛൻ അവനവൻ്റെ അനിയനെയും കൊണ്ട് പോവാ. അത് കാലിലെന്തോ കുടുങ്ങിയൊക്കെ അവിടെ നിൽക്കുന്നതാ. എയർപോർട്ടിലേക്കുള്ള ഫ്ലൈറ്റാ. ചിലപ്പോൾ നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ആവും കേട്ടോ. തള്ളൊന്നുമല്ല, ടൈം ആയില്ലേ, ചിലപ്പോൾ അതായിരിക്കും പോകാനുള്ളത്. എയർപോർട്ടാണ് കാണുന്നത് അല്ലേ? എയർപോർട്ടല്ലേ ഇത്? നമ്മള് റിസോർട്ടിൽ നിന്നത് 10 മിനിറ്റ് ഇല്ലല്ലോ. 10 മിനിറ്റ് ഇല്ല, 10 മിനിറ്റ് കാറിന്ന് ഇറങ്ങി ഓടാനാ. എടോ 9 മണിക്കാണ് ഫ്ലൈറ്റ്. 8 മണി ആവുന്നേ ഉള്ളൂ. എയർപോർട്ട് എത്തിട്ടോ. എന്തിന്? റോബോട്ടിനെ നന്നാക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ ഇറങ്ങല്ലേ? എയർപോർട്ട് എത്തി പോലെ. ഇറങ്ങടാ. തണുപ്പുണ്ട്. നോക്ക് ദേവു, ഫ്ലൈറ്റ് അതാ 6319. ചെക്കിൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നോ പ്രോബ്ലം. ചെക്കിൻ തുടങ്ങി, ബോർഡിങ് തുടങ്ങി. നമ്മളും ചെക്കിൻ ചെയ്യണ്ട. ഞങ്ങൾ ഓൾറെഡി കാലം റിട്ടേൺ ചെയ്യുന്ന ചെക്കിങ് ചെയ്തിട്ടുണ്ട്. അറിയില്ലെന്ന് പറയാം. ഡ്യൂട്ടി ഇപ്പം ഞങ്ങൾ എയർപോർട്ടിലെത്തി. ലങ്കാവി ടു കോലാലംപൂരിൽ എയർപോർട്ടിലെത്തി. നമ്മൾ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കോലാലംപൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം തന്നെ ഞങ്ങൾ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ഭാഗത്തേക്ക്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെക്കിങ്ങിനുള്ള ടൈമൊക്കെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെറുതെ ഒന്ന് കറങ്ങിയിട്ട് ഡയറക്റ്റ് ഇമിഗ്രേഷനിൽ പോയി ബാഗേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പിന്നെ നമുക്ക് കയറി. ഇനിയിപ്പോൾ എന്താ ഇതിൽ തെരാപ്പര നടക്കുന്നു? തെരാപ്പര വേണ്ട. നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്.
കയറി. 24 ആണ് സീറ്റ് നമ്പർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് പുറകോട്ടായതുകൊണ്ട് ബാക്കിൽ ഡോറിലൂടെയാണ് കയറിയിട്ടുള്ളത്. പിന്നെ വിൻഡോ സൈഡിൽ ഇരിക്കുള്ളൂ. സീറ്റ് ബെൽറ്റ് അമ്മ വ്യൂ ഫോട്ടോ എടുത്തിട്ട് അടുപ്പ് നല്ല തണുപ്പ്. Kapten Tonto Julianto, Mantu Terbang Azwin serta seluruh keluarga anak kapal yang bertugas ingin mengucapkan terima kasih kerana memilih penerbangan Asia ke destinasi anda. Terima kasih.